യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഈ ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാം ഒത്തിരി നന്ദി പറയുകയാണ്. ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനേകർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നൊവേനയിൽ പങ്കെടുക്കുന്നുണ്ട്, വചന ശുശ്രൂഷ സ്വീകരിക്കുന്നുണ്ട്, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, നിയോഗം വെച്ച് നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം ഓരോ വിധത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകുന്നുണ്ട്. ഇന്നുവരെ ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരുടെയൊക്കെ നിയോഗം ഈ മണ്ണിലുണ്ടോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരെ സംരക്ഷിക്കും. ഈ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിലും ദൈവദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബവും തകർന്നു പോകാൻ പാടില്ല, ഒരു വ്യക്തി നഷ്ടപ്പെടാൻ പാടില്ല, ഒരാളും പരാജയപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത്, ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം ഇന്ന് നമ്മളെ ശക്തമായി അനുഗ്രഹിക്കും. ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്. ഇന്നുവരെ ഈ ആലയത്തിൽ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടി ഉപവാസം എടുത്ത് ഈ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ജോസഫ് എന്ന സഹോദരന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10 മുതലുള്ള വാക്യമാണ്. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. ഇതൊരാളുടെ പ്രാർത്ഥനയാണ്. ഇതൊരാളുടെ പ്രാർത്ഥനയായെന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കല്. ഈ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, 1 ദിനവൃത്താന്തം. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരാൾ ആരുടെ പേരെഴുതിയിട്ടുണ്ട്? യാബസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ ആ 2-ാമത്തെ ഭാഗമേ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണേ എന്ന്. അതിനിപ്പുറത്തൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണേ എന്ന് മാത്രമല്ല, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ, അങ്ങനെ അതിരുകൾ വിസ്തൃതമായിട്ടേ കാര്യമുള്ളൂ. അതിരുകൾ കുറേ വിസ്തൃതമായിട്ട് കാര്യമില്ല, കുറേ സമ്പത്ത് വന്നിട്ട് കാര്യമില്ല. അനുഗ്രഹമുള്ളത് വരണം. അനുഗ്രഹമുള്ള വ്യക്തി, അനുഗ്രഹമുള്ള സമ്പത്ത്, അനുഗ്രഹമുള്ളത് വേണം ജീവിതത്തിൽ വരാൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവമേ, എന്നെ അനുഗ്രഹിച്ച ഒരു കുടുംബജീവിതം എനിക്ക് തരണം. എന്നെ അനുഗ്രഹിച്ച് എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. എനിക്ക് അനുഗ്രഹമുള്ളതെല്ലാം വരണം. എനിക്ക് ദൈവമേ അങ്ങ് തരാൻ ഉദ്ദേശിച്ചത് മാത്രം മതി. എനിക്കങ്ങ് തരാൻ ഉദ്ദേശിക്കാത്തതുണ്ട്, എനിക്ക് ദൈവം തരാത്തതുണ്ട്, അതെനിക്ക് വേണ്ട. ദൈവം തരുന്നത് എനിക്ക് മതി, അതെനിക്ക് അനുഗ്രഹിച്ചു തന്നാൽ മതി. അതാ ചെറുതായാലും വലുതായാലും. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അത്ഭുതമാക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എൻ്റെ വീടിനെ നന്മയാക്കണമേ. എന്നെ അനുഗ്രഹിച്ച് എൻ്റെ മാതാപിതാക്കളുടെ ആരോഗ്യം നന്മയാക്കണമേ. എല്ലാ കാര്യത്തിൻ്റെ മേലും പ്രാർത്ഥിക്കണം. അത് ശരിയാകണമേ, ഇത് ശരിയാകണമേ, ആ ജോലി കിട്ടണമേ, ആ കല്യാണം നടക്കണമേ. എന്നെ അനുഗ്രഹിച്ച് അത് നടക്കണം. എന്നെ അനുഗ്രഹിച്ച് ആ വീട് പണി പൂർത്തിയാക്കണമേ.
എന്നെ അനുഗ്രഹിച്ച് ആ വസ്തു മേടിക്കാൻ ഇടയാകണമേ. എന്നെ അനുഗ്രഹിച്ച് ആ രാജ്യത്ത് പോകാൻ ഇടയാകണം. അനുഗ്രഹമുള്ളത് വേണം കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ വരാൻ. എന്നെ അനുഗ്രഹിച്ച് കർത്താവേ, അങ്ങയുടെ ഈ ആലയത്തെ അനുഗ്രഹിച്ച് ശുശ്രൂഷകളെ മനോഹരമാക്കണമേ. അങ്ങ് കൂട്ടിക്കൊണ്ടുവരുന്നവരെ ഇവിടെ വെച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അനുഗ്രഹിച്ച് അതിരുകൾ വിസ്തൃതമാക്കണമേ. അടുത്ത വാക്യമാണ്, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും. അടുത്ത വാക്ക്, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാരും ശ്രദ്ധിക്കത്തില്ല. വിപത്തോ, അതിരുകൾ വിസ്തൃതമാക്കണം എന്നും പറഞ്ഞു പോവാണ്. യാബസ് പ്രാർത്ഥിച്ചു, എൻ്റെ അതിരുകൾ ചുമ്മാ വിസ്തൃതമായിട്ട് ഞാൻ എന്തെങ്കിലും ആപത്തിപ്പെട്ടു പോയാലോ? ദൈവമേ, എന്നെ എല്ലാ വിപത്തുകളിൽ നിന്നും എൻ്റെ ശരീരത്തെ, ആരോഗ്യത്തെ, മനസ്സിനെ സംരക്ഷിക്കണമേ. ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതാണ്, എങ്കിലും അത് വേഗത്തിൽ പറയുവാണ്. വിപത്തുകൾ, ഒന്നുമില്ലാത്ത ഒരാളെ അദ്ദേഹം ചെറുതായിട്ട് തുടങ്ങിയതാ ഒരു ബിസിനസ് സാമ്രാജ്യം. അത് വളർന്നു, ഒരുപാട് വാഹനമായി, സമ്പത്തായി. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചൊരു കാര്യം അതിരുകൾ വിസ്തൃതമാകണമെന്നൊക്കെയാ. പക്ഷെ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ലായിരിക്കാം. വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം രോഗിയായിപ്പോയി. അപ്പോഴത് പറഞ്ഞു തന്ന ഒരാളെന്നോട് ഇങ്ങനെയാ പറഞ്ഞേ, അതിരുകൾ വിസ്തൃതമാകാനല്ല, അതിരുകൾ വിസ്തൃതമായ അതിനെ അനുഭവിക്കാൻ നമ്മൾ ആരോഗ്യത്തോടെ വേണം. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവുമായി ദീർഘായുസോടെ നമ്മൾ ഇരുന്നാലേ അതിരുകൾ വിസ്തൃതമായിട്ട് കാര്യമുള്ളൂ, അല്ലയോ? അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണേ. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം. എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കണം. വിപത്തുകളിൽ നിന്ന് നമുക്കറിയത്തില്ലല്ലോ, നമ്മുടെ തലയിൽ വല്ലോ മുഴ വളരുന്നുണ്ടോ, വയറിൽ മുഴ വളരുന്നുണ്ടോ, ഏതെങ്കിലും ബ്ലോക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുവാണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുവാണോ, അറിയത്തില്ല. നമ്മുടെ ശരീരത്തിനകത്ത് എന്നാ നടക്കുന്നതെന്ന്. എന്തെങ്കിലും പ്രശ്നമോ വേദനയോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ചെക്കപ്പ് നടത്തുന്നത്, ഇന്നതാന്ന് അറിയുന്നത്. നമ്മൾ അതുകൊണ്ട് നേരത്തെ പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ അകവും പുറവും. അകം ഒത്തിരി പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങൾ നമുക്കുണ്ട്. ഒത്തിരി പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ അകവും പുറവും, അകത്തെ ഓരോ അവയവങ്ങളും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ, എല്ലാ ആപത്തനർത്ഥങ്ങളും സംരക്ഷിക്കണമേ. എന്നിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവം തരുന്ന ആയുസോളം, ദൈവം തന്നിരിക്കുന്നിടത്തോളം നാള് ദീർഘായുസ് മാത്രമല്ല, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്. ഏതൊക്കെ ആരോഗ്യം? മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് എനിക്ക് തരണം. ഇത് യാബസ് പ്രാർത്ഥിച്ചു. യാബസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. താഴെ എഴുതിയിട്ടുണ്ട്, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏത് പ്രാർത്ഥന? എൻ്റെ അതിരുകൾ വിസ്തൃതമാകണമെന്ന് മാത്രമല്ല, അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. എല്ലാ കാര്യം എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, അതിനിപ്പുറത്ത് നിങ്ങൾ പറയണം, എന്നെ അനുഗ്രഹിച്ച് ഈ കാര്യം ക്രമപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിച്ച് ഈ കാര്യം നന്മയാക്കണമേ, എന്നെ അനുഗ്രഹിച്ച്. പിന്നെയോ എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, മാതാപിതാക്കൾ, വീടിരിക്കുന്ന സ്ഥലം, ഓടിക്കുന്ന വാഹനം, സഞ്ചരിക്കുന്ന വഴികൾ, ചെയ്യുന്ന ബിസിനസ്, ഇടപെടുന്ന ആളുകൾ, വ്യക്തികൾ, ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇവിടെയെല്ലാം ചില വിപത്തുകൾ ഉണ്ടാകാം. വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ദിവസം ചൊവ്വാഴ്ചയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ, ഓരോ ദിവസവും വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നവർ, എല്ലാ വിപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ഈ കുടുംബത്തെ, വ്യക്തികളെ, തലമുറയെ കാത്തുകൊള്ളണമേ. ഏതെങ്കിലും അപകടത്തിൽ പെട്ടു, വിപത്തുകളിൽ പെട്ടു, തകർന്നുവെന്ന് കേൾക്കാൻ ഇടയാകരുത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം.
കുഞ്ഞുങ്ങളെ നിങ്ങൾ രക്ഷപ്പെട്ടു വരണം. യുവതി യുവാക്കളെ നല്ല നിലയിലെത്തിക്കോണം. അതിനുള്ള കഴിവ് ദൈവം തരുന്നുണ്ട്. അതിനുള്ള അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് നശിപ്പിക്കരുത്. ആ കഴിവിൽ നിങ്ങൾ രക്ഷപ്പെട്ടു വരണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് കുറേ കൂടി ഉയരങ്ങളിലെത്തണം. സന്തോഷത്തോടെ ആയിരിക്കണം. നന്മയുണ്ടാകാനുണ്ട്. ദൈവം സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകം ഓർക്കണം, മാർച്ച് മാസം 12 മുതൽ 21 വരെ ഈ മാസം ഉപവാസ നിയോഗ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ പങ്കെടുക്കാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി 10 ദിവസം ഉപവാസ നിയോഗ പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാന്ന് ഞാൻ പറയാം. ഈ ആലയത്തിൽ ഇന്നു വരെ പ്രാർത്ഥിച്ച് നിയോഗം വെച്ചവർക്ക് വേണ്ടി ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. 2 ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി ഒരു വലിയ കുടുംബമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിന് ഒരു കുടുംബമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, നിങ്ങൾ ആരായിരുന്നാലും, ഏത് സഭയിൽപ്പെട്ട ഒരാളാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട ഒരാളായാലും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപവാസത്തോടെ 10 ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിൽ കാരണം ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടായത്. നിങ്ങളും സാധ്യമായ എല്ലാവരോടും പറയുക, നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ്. ഈ വ്യാഴം ആദ്യ വ്യാഴാഴ്ചയാണ്, അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. സമീപത്തുള്ളവർ, ഞങ്ങളുടെ അയൽവാസികൾ, ദേശക്കാർ, ദൂരെയുള്ളവർ, സാധ്യമായ എല്ലാവരെയും സമയവും സാഹചര്യം അനുകൂലമെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ചയാണ് വരുന്നതെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരിക എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. എല്ലാ വിപത്തുകളിൽ നിന്ന് കർത്താവെ ഈ കുടുംബത്തെ, ഈ വ്യക്തിയെ, ഈ തലമുറയെ, മാതാപിതാക്കളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്ന് സൂക്ഷിക്കണമേ. അനുഗ്രഹിച്ചതിരുകൾ വിസ്തൃതമാക്കണമേ. അനുഗ്രഹിച്ചുള്ള കുടുംബം കൊടുക്കണമേ. അനുഗ്രഹിച്ചുള്ള ഭാവി കൊടുക്കണമേ. അനുഗ്രഹിച്ചുള്ള സമ്പത്ത് കൊടുക്കണമേ. അനുഗ്രഹമുള്ള ഐശ്വര്യം കൊടുക്കണമേ. അനുഗ്രഹമുള്ള എല്ലാ നന്മകളും ദൈവമേ ഇവരോട് ചേർത്ത് വയ്ക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും ശരീരത്തെ അകവും പുറവും സ്വർഗത്തിലെ ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. ദൈവം എല്ലാ നന്മകളാലും വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ വചനം സാധ്യമായ എല്ലാവർക്കും കൊടുക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ഒരു സാക്ഷ്യത്തെ പറയാൻ കാരണമാകുന്ന വചനമാണ്. നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും മനസ്സുകൊണ്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുമല്ലോ. സാധ്യമായ എല്ലാവരോടും പറയുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ യാചന കേൾക്കണമേ. യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ.